അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അർച്ചന അങ്ങനെ ചിന്നുവിനെ മുടിയൊക്കെ ചീവിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അർച്ചന ചോദിക്കുകയാണ്, നിനക്ക് ഇപ്പോൾ ഫോട്ടോയുടെ തെറ്റിദ്ധാരണ മാറിയല്ലോ, നീ എന്നാൽ ഒന്ന് JK അങ്കിളിനെ വിളിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ്. അതേസമയം ചിന്നു പറയുകയാണ്, ഫോട്ടോയുടെ മാത്രമല്ല അമ്മേ, അതിന് മുൻപൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്, ഞാൻ അമ്മയോട് പറയാഞ്ഞിട്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അന്ന് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ചിന്നു പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ അർച്ചന ആകെ സ്തംഭിച്ച് പോവുകയാണ് കേട്ടോ. ഇങ്ങനെ അയാളിൽ നിന്ന് ഉണ്ടാവുമോ? അയാളുടെ മുടി തന്നെയാണ് അമ്മേ, ഞാൻ കണ്ടിരുന്നു, സത്യമായിട്ടും JK അങ്കിൾ തന്നെയാണ്. JK അങ്കിളുടെ നിന്നും ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല പറയും. എനിക്ക് എന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കറക്റ്റ് ഡേറ്റ് പറയണം കേട്ടോ ചിന്നു. പിന്നീട് അർച്ചന പറയേണ്ടത്, നീ ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്, ആ ഡേറ്റ് കറക്റ്റാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, എനിക്കത് നല്ല ഓർമ്മയുണ്ട് എന്ന് പറയണം. പക്ഷേ അന്ന് JK എൻ്റെ കൂടെ തന്നെയായിരുന്നു മോളെ, ഞങ്ങൾ ശില്പട കേസുമായിട്ട് ഞാനും JK അങ്കിളും കൂടിയിട്ട് ഒപ്പമായിരുന്നു, അതുകൊണ്ട് ഒരിക്കലും JK ആയിരിക്കില്ല. ഈ ഫോട്ടോയുടെ പിന്നിൽ ആരാണോ പ്രവർത്തിച്ചത് അവരായിരിക്കും പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ചിന്നുവിന് ആകെ മൊത്തം വിഷമമാകണം കേട്ടോ. എന്തായാലും ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടി വന്നല്ലോ എന്നിങ്ങനെ ആലോചിക്കണം കേട്ടോ. ശരിയായിരിക്കും, അവരെന്തിനു വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് ചോദിക്കണം. അറിഞ്ഞുകൂടാ, എപ്പോഴും അങ്ങനെയാണ്, ചന്ദ്ര പണ്ട് മുതലേ അങ്ങനെയാണ്, എന്നെ ദ്രോഹിക്കുകയായിരുന്നു. പക്ഷേ ഈ മഞ്ജു ആൻറ്റി എന്ത് പറഞ്ഞിട്ടാണ് ഈ ചന്ദ്രയുടെ കൂടെ കൂടിയിരിക്കുന്നത് എന്നറിയില്ല. എന്തായാലും ശരി, ഞാൻ ഇപ്പം തന്നെ പോയി ചോദിക്കട്ടെ എന്ന് ചിന്നു പറയുമ്പോൾ അർച്ചന പറയും, വേണ്ട മോളെ, ഞാൻ രണ്ടുപേരെയും നമുക്ക് ഒപ്പം നിർത്തിയിട്ട് നമുക്ക് ചോദിക്കാം, വേണ്ടതുപോലെ നമുക്ക് കൊടുക്കുകയും ചെയ്യാം, എല്ലാ തെളിവ് സഹിതവും നമുക്കത് ശരിയാക്കാം എന്ന് പറയുന്നു കേട്ടോ. ചിന്നുവിന് ആകെ മൊത്തം ദേഷ്യം വരികയാണ്. അതേസമയം അനന്തു മഞ്ജുവിനെ വിളിക്കുകയാണ് കേട്ടോ. മഞ്ജുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, മഞ്ജു നീ എവിടെയാണ് ചോദിക്കുമ്പോൾ, ഞാനെവിടെയാണ്, ഞാനിവിടെ അമ്പാട്ട് തന്നെയുണ്ട്, എന്നെ കെട്ടിച്ചുകൊണ്ട് വന്നവിടെ ഞാനിവിടെ അല്ലാതെ പിന്നെ എവിടെയാണ് പോകേണ്ടത്, പിന്നെ അനന്തേട്ടൻ വരുമ്പോൾ 10 മുട്ടയും ബ്രെഡും ഒക്കെ വാങ്ങിയിട്ട് വരണം എന്നിങ്ങനെ പറയണം കേട്ടോ. നീ എന്നെ സോപ്പിടുകയൊന്നും വേണ്ട, നിന്നോട് ഞാൻ അവിടെ നിന്ന് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ വരുമ്പോഴേക്കും നീ അവിടെ നിന്ന് പോകണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ചിന്നു അർച്ചന ഇങ്ങനെ ഫയലുകൾ നോക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് വീണ്ടും ചിന്നു വന്നിട്ട് ഇങ്ങനെ പറയണേ, എന്നാലും അമ്മേ വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയണം കേട്ടോ. പിന്നീട് വിജയശങ്കർ പുറത്ത് ഇങ്ങനെ പുറത്ത് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. അതേസമയം ചന്ദ്ര ചായയായിട്ട് വരികയാണ് കേട്ടോ. വിജയേട്ടാ അതാ ചായ എന്ന് പറഞ്ഞിട്ട് കേസിൻ്റെ കാര്യം അവിടെ നിന്ന് മാറുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം ചിന്നു അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അച്ഛൻ തിരക്കിലാണോ, എനിക്കൊരു ഫോട്ടോ കാണിക്കാനുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. ഇല്ല മോളെ, പറഞ്ഞോ എന്ന് പറയുകയാണ്. ചിന്നുവിൻ്റെ കയ്യിൽ ഫോട്ടോ കണ്ടതും തന്നെ ചന്ദ്രയ്ക്ക് ആകെ മൊത്തം ഒരു പേടി തോന്നുന്നു കേട്ടോ. ആദ്യം ചിന്നു ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കണം. ഇതെങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ, ഇത് ഒരു അച്ഛനും മകളും തമ്മിലുള്ള സ്നേഹബന്ധത്തെ കാണിക്കുന്നതാണ്, എന്നാൽ ഇനി ഒരു ഫോട്ടോ കൂടി ഉണ്ട് പറയും, അത് കാണിച്ചു കൊടുക്കണ്ടേ, ഇതൊരു റൊമാൻറ്റിക് മൂഡുള്ള ഫോട്ടോ ആണ് പറയും. ഇത് രണ്ടാളും എനിക്ക് ഒരേ ആളാണ് അയച്ചിരിക്കുന്നത് എന്ന് പറയണം കേട്ടോ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വേറെ ആളുണ്ട് എന്നിങ്ങനെ പറയും. ചന്ദ്ര ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ പേടിയാകുകയാണ് കേട്ടോ. ചന്ദ്ര എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ വിജയശങ്കർ ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്ര നീ വേഗം പോകുന്നത് ചോദിക്കുക. അറിഞ്ഞൂടാ, അവിടെ ഒരു പൂച്ചയുണ്ട് തോന്നുന്നു എന്ന് പറയണം കേട്ടോ. അതേസമയം ചിന്നു ചിരിച്ചുകൊണ്ട് പറയും, ഇവിടെ ഒരു കള്ളിപ്പൂച്ചയുണ്ട്, എന്തായാലും കള്ളിപ്പൂച്ചയെ പിടിക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. പറയണം കേട്ടോ. ഏതായാലും ശരി. പിന്നീട് മഞ്ജു വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് വരുമ്പോൾ രുക്കുവും രമ്യയും കൂടി ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. നിങ്ങളെന്താ എന്നെ കൂട്ടിയില്ല, എന്നോട് എന്താ ഒന്നും പറഞ്ഞില്ല ചോദിക്കും. രമ്യ പറയും, ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിച്ചതാണ്. രുക്കു നീ എനിക്ക് ഓർഡർ ചെയ്തില്ലേ ചോദിക്കില്ല, ഞാൻ എനിക്ക് മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ, എൻ്റെ പൈസ ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അതേസമയം രമ്യ പറയും, ഗോതമ്പ് പൊടിയുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുക, എന്തായാലും അനന്ത് വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഭക്ഷണം കഴിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അയ്യോ ഇനി എപ്പോഴാണ് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത്, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് മഞ്ജു റൂമിൽ പോവുകയാണ് കേട്ടോ. മഞ്ജു റൂമിൽ പോയപ്പോൾ അനന്തേട്ടൻ എന്നോട് പറഞ്ഞില്ല, ഇനി എന്നെ ഇവിടെ നിന്നിട്ട് അടിച്ചിറക്കും എന്തോ, എനിക്ക് ആകെ പേടിയാകണം, ഞാൻ ഒറ്റപ്പെടും തോന്നുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് മഞ്ജു ഒരു കത്ത് എഴുതി വെക്കുകയാണ് കേട്ടോ. എന്നെ ഭർത്ത് വീട്ടുകാരും എല്ലാവരും കൂടി ദ്രോഹിച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം സാരി എടുത്തിട്ട് കഴുത്തിൽ കെട്ടിയിട്ട് കുടുക്കിടുകയാണ് കേട്ടോ. എന്നിട്ട് ചാടുകയാണ്. പക്ഷേ കട്ടിൽ തന്നെ വീഴുക. അത് കണ്ടുകൊണ്ട് രുക്കും വരികയാണ്. എന്താ പറ്റി, എന്താ നീ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു കാലുവേദനയായിട്ട് കുടുക്കിട്ടതാണ് എന്ന് പറയുകയാണ് കേട്ടോ. അതെങ്ങനെ ഫെയിലായി എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. അതേസമയം ചിന്നു അർച്ചന ഇങ്ങനെ ഫയലുകൾ നോക്കിയിട്ടിരിക്കുമ്പോൾ ചിന്നു അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അമ്മേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുക. എന്താ മോളെ എന്ന് ചോദിക്കുക. എനിക്ക് JK അങ്കിളെ വിളിക്കണം, എനിക്ക് വിളിക്കാനൊരു മടിയാണ്, ഏതായാലും അമ്മ ഒന്ന് വിളിച്ചിട്ട് എൻ്റെ തന്നാൽ മതി എന്ന് പറയണം കേട്ടോ. അതിനെന്താണ് എന്ന്
പറയുകയാണ്. നിനക്ക് തെറ്റിദ്ധാരണ മാറിയല്ലോ, അത് തന്നെ വലിയ കാര്യം മോളെ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അർച്ചന വിളിക്കുകയാണ്, JK വിളിക്കുമ്പോൾ മധുബാലയാണ് ഫോൺ എടുക്കുക കേട്ടോ. മധുബാല സ്നേഹത്തോട് കൂടിയിട്ട് അർച്ചനയോട് അർച്ചനയും സംസാരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ചിന്നുവിനോട് കൊടുക്കുകയാണ് JK. അവൾക്ക് അങ്കിളോട് എന്തെങ്കിലും പറയണമെന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് ചിന്നു അങ്കിളോട് സോറി പറയുകയാണ് കേട്ടോ. അങ്കിളെ, ഞാൻ ഇത്രയും വലിയ പ്രശസ്തനായ ഒരു അങ്കിളെ ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുത്, എൻ്റെ തെറ്റിദ്ധാരണ മൂലമാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം JK പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല മോളെ എന്ന് പറയുന്നുണ്ട്. JKക്ക് കാര്യങ്ങളൊന്നും അറിയണ്ടില്ല, പക്ഷേ JK എല്ലാ കാര്യങ്ങളും അറിയും. അങ്ങനെ അവർ രണ്ടുപേരും സ്നേഹത്തോട് കൂടിയിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യണേ.